ഇന്ത്യൻ സൂപ്പർ ലീഗ് 2025-26 സീസണുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾക്ക് ഒടുവിൽ വിരാമമായി. നിരവധി മാസങ്ങളായി ആരാധകരെയും ക്ലബ്ബുകളെയും ആശങ്കയിൽ പാർപ്പിച്ചിരുന്ന കരാർ തർക്കങ്ങളും നിയമ തടസ്സങ്ങളും മറികടന്ന് ഫെഡറേഷൻ പ്രസിഡന്റ് കാലിയാൻ ചൗബെ ഇന്ന് വ്യക്തമാക്കി സീസൺ വൈകിയാലും നടക്കുമെന്ന്. ISL ക്ലബ്ബുകളുമായി നടത്തിയ അടിയന്തര യോഗത്തിന് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. അടുത്ത 10 ദിവസത്തിനുള്ളിൽ വീണ്ടും യോഗം ചേർന്ന് കിക്ക് ഓഫ് തീയതി പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആദ്യ പദ്ധതി പ്രകാരം സെപ്റ്റംബറിൽ ആരംഭിക്കേണ്ടിയിരുന്ന സീസണും ഫെഡറേഷനും ലീഗ് സംഘടകരായ ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് തമ്മിലുള്ള കരാർ പുതുക്കലിൽ ഉണ്ടായ തർക്കങ്ങൾ മൂലം വൈകിയിരുന്നു. ഫെഡറേഷന്റെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയുടെ ഭരണഘടനയിലുള്ളതിനാൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം കരാർ പുതുക്കലുമായി ബന്ധപ്പെട്ട അന്തിമ ചർച്ചകൾ നടത്താൻ കഴിഞ്ഞിരുന്നില്ല. ഈ സാഹചര്യത്തിൽ ചില ക്ലബ്ബുകൾ പ്രവർത്തനം നിർത്തിവെക്കുകയും താരങ്ങൾക്ക് ശമ്പളം നൽകുന്നതിൽ ഗുരുതരമായ തടസ്സങ്ങൾ നേരിടുകയും ചെയ്തു. പുതിയ സീസണിൽ ചില നിർണായകമായ മാറ്റങ്ങൾ വരാനിരിക്കുന്നതായി കാലിയാൻ ചൗബെ സൂചന നൽകി. ഹോം എവേ സംവിധാനം ഒഴിവാക്കി എല്ലാ മത്സരങ്ങളും 1-2 വേദികൾ മാത്രമായിരിക്കും നടത്തുക. സാധാരണയായി ലീഗ് കഴിഞ്ഞാണ് സൂപ്പർ കപ്പ് നടക്കുന്നത്. എന്നാൽ ഇത്തവണ സെപ്റ്റംബർ 2ാം വാരത്തിലോ 3ാം വാരത്തിലോ സൂപ്പർ കപ്പ് ആരംഭിച്ചേക്കും. ചില ക്ലബ്ബുകൾ താരങ്ങൾക്ക് ശമ്പളം നൽകാതിരുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് പ്രതികരിച്ച് ചൗബെ വ്യക്തമാക്കി, ഇത് ക്ലബ്ബുകളുടെ ആഭ്യന്തര കാര്യമാണെന്നും ഫെഡറേഷനുകൾക്ക് ഇടപെടാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഫെഡറേഷന്റെ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്തു. വൈകിയാലും നടത്തുന്നത് പ്രാധാന്യം, സൂപ്പർ കപ്പ് ആദ്യം വരുന്നത് ആവേശകരം എന്നീ പ്രതികരണങ്ങൾ ഏറെ ശ്രദ്ധേയം നേടി. എന്നാൽ ഹോം എവേ സംവിധാനം ആരാധകരുടെ പങ്കാളിത്തം കുറയ്ക്കുമെന്ന് ചിലർ ആശങ്കയും പ്രകടിപ്പിച്ചു. ISLന്റെ പുതിയ സീസൺ ഇന്ത്യൻ ഫുട്ബോളിൽ സാമ്പത്തിക സ്ഥിരതയും കാര്യക്ഷമതയും കൈവരിക്കാൻ സഹായകമാകും. ലീഗിന് മുൻപ് സൂപ്പർ കപ്പ് വരുന്ന താരങ്ങൾക്ക് മത്സരാധിഷ്ഠിതമായ തയ്യാറെടുപ്പ് നേടാൻ മികച്ച അവസരമൊരുക്കുമെന്നും അവർ വിലയിരുത്തുന്നു. വൈകല്യങ്ങളും തർക്കങ്ങളും മറികടന്ന് ISL പുതിയ സീസൺ ആരാധകരുടെ മുന്നിലേക്ക് വരാനൊരുങ്ങുകയാണ്. ചെലവ് ചുരുക്കലും മത്സരക്രമത്തിന്റെ കാര്യക്ഷമതയും കൊണ്ട് ഈ സീസൺ ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിലെ നിർണായക അധ്യായങ്ങളിൽ ഒന്നാകാൻ സാധ്യതയുണ്ട്.